തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് 2 കോടി രൂപയുടെ ആനക്കൊമ്പ് മോഷണം. ഇതിപ്പോ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. സൈനിക ക്യാമ്പ് ആകുമ്പോൾ ഒരുപാട് സുരക്ഷിതത്വം നമുക്കറിയാം. തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ചുറ്റുപാടും എല്ലാ ഗേറ്റുകളിലും സായുധ സൈനികരുണ്ടാകും. അല്ലാതെ ചെക്ക് പോയിന്റുകൾ, ചെക്ക് പോസ്റ്റുകൾ അങ്ങനെ തുടങ്ങി വലിയ ബന്ദോബസ്തുള്ള ഏക്കർ കണക്കിന് സ്ഥലമാണ് പാങ്ങോട് സൈനിക ആസ്ഥാനം, സൈനിക ക്യാമ്പ്. അവിടെ 2 കോടി രൂപ വിലയുള്ള ആനക്കൊമ്പ് സൂക്ഷിച്ചിരിക്കുന്നു, അലങ്കരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഗസ്റ്റുകളൊക്കെ വരുന്ന മുറിയിൽ വളരെ ട്രോഫികളും മെമന്റോകളും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു ഈ ആനക്കൊമ്പ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു ആഘോഷ പാർട്ടി നടന്നു, DJ പാർട്ടി. സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുടെ കുടുംബവും പുറമേ നിന്നുള്ള അവരുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകളും DJ പാർട്ടിക്ക് എത്തിയ ഒരു 10-17 പേരുമൊക്കെയാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തത്. പുലർച്ചെ 2 മണിക്ക് ശേഷവും പാർട്ടി നീണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ക്യാമ്പിനകത്ത് ഉള്ള കാര്യമായതുകൊണ്ട് മറ്റ് ഇടപെടലുകളും പോലീസിന്റെ ഇടപെടലൊന്നും അങ്ങനെയൊന്നും വേണ്ടി വരില്ല. അപ്പോ എന്തിനാണ് ഈ ആനക്കൊമ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആനക്കൊമ്പ് സൈനിക ക്യാമ്പിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ 1992 സംസ്ഥാന സർക്കാരിന് ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുകയില്ല എന്നൊരു ധാരണയുണ്ട്. അപ്പോ ഈ ആനക്കൊമ്പ് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയാണ് മിലിറ്ററി ക്യാമ്പിന് കൈമാറുന്നത്. ആവശ്യപ്പെടുമ്പോൾ തിരികെ നൽകാമെന്നൊരു ധാരണയും 92 ഇതേ ആനക്കൊമ്പ് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആനക്കൊമ്പ് സൈനിക ക്യാമ്പിൽ എത്തിയത്. സൈനിക ക്യാമ്പിൽ എത്തിയ ആനക്കൊമ്പ് അവർ വളരെ അലങ്കരിച്ച് മോടി പിടിപ്പിച്ച് വച്ചിരുന്നു. അപ്പോ ഈ 2 കോടിയുടെ ആനക്കൊമ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കനമുള്ളതും വലിപ്പമുള്ളതും ഒക്കെ ആയിരിക്കുമല്ലോ. ഇത് ആര് കൊണ്ടുപോയി? പൂച്ചയ്ക്ക് ആരാണ് മണി കെട്ടുന്നത്? ആരാണ് മണി കെട്ടിയത്? ഇത്രയും സുരക്ഷിത സ്ഥാനത്ത് നിന്ന് ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും അത്യാവശ്യം വലിപ്പമുള്ള ആനക്കൊമ്പ് ആരാണ് കടത്തിക്കൊണ്ടുപോയത്? സൈനിക ക്യാമ്പിലെ സൈനിക കമാൻഡർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച ശേഷം അവര് ഇന്റേണലായിട്ട് ഒരു അന്വേഷണമൊക്കെ നടത്തി. പക്ഷെ ഒരു രക്ഷയുമില്ല. അവസാനം നാണക്കേട് തുറന്ന് സമ്മതിക്കാതെ നിവർത്തിയില്ല. അവർ നേരെ തിരുവനന്തപുരത്ത് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. ഞങ്ങളുടെ ഇങ്ങനെ ഒരു ആനക്കൊമ്പ് കാണാതെ പോയി, ഒന്ന് സഹായിക്കണം. പോലീസിനും ഇത് കിട്ടിയ അവസരമാണ്. കാരണം നമ്മൾ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർമി പോലീസ് തമ്മിലടി രൂക്ഷമാണ്. നമുക്ക് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഉദാഹരണമൊക്കെ നമുക്ക് അറിയാം. പോലീസും ആർമിയും എപ്പോഴും തമ്മിലടി. ആരാണ് മികച്ച സേന, അല്ലെങ്കിൽ ആരാണ് കൂടുതൽ അധികാരമുള്ള ആളുകൾ എന്ന ഒരു മാത്സര്യമൊക്കെ ഇന്റേണലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആ മാത്സര്യമൊക്കെ മാറ്റിവെച്ച് ആർമി ഓഫീസേഴ്സ് വന്ന് തിരുവനന്തപുരത്ത് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി അന്വേഷിച്ച പോലീസ് ആദ്യം അവിടെ പുറത്തു നിന്ന് വന്ന ആളുകളെ ഒക്കെ ഒന്ന് വിളിച്ച് ശൗര്യം കാണിച്ച് ചോദ്യം ചെയ്തു. പക്ഷെ ഒരു രക്ഷയുമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ സുരക്ഷാ പാളിച്ച എന്ന് പറയുന്നത് ഈ DJ പാർട്ടി നടന്ന സ്ഥലത്തൊന്നും CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈ ആനക്കൊമ്പും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ CCTV സർവൈലൻസോ ഒന്നും തന്നെ സൈനിക ക്യാമ്പിലുമില്ല. ഇത് പ്രവേശന കവാടത്തിൽ മാത്രമാണ് CCTV സർവൈലൻസ് ഉള്ളത്, ക്യാമറ സർവൈലൻസ് ഉള്ളത്. അപ്പോ അങ്ങോട്ട് കടന്നു പോകുന്ന ആളുകളെ കാണാം, ഇങ്ങോട്ട് തിരിച്ചിറങ്ങി പോകുന്ന ആളുകളെയും ക്യാമറയിൽ കാണാം. പക്ഷെ അവര് എന്തെങ്കിലും കടത്തിക്കൊണ്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിനുള്ളിൽ എന്തൊക്കെയാണ് എന്ന് CCTVയിൽ നിന്ന് ലഭ്യമാവുകയില്ല. പക്ഷെ അവിടെ വന്ന ആളുകളെ, പുറമേ നിന്നെത്തിയ ആളുകളെയൊക്കെ പോലീസ് ഒരു ഘട്ടം ചോദ്യം ചെയ്തു. പ്രത്യേകിച്ച് DJ പാർട്ടിക്ക് എത്തിയ 17 പേരെ പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറെ ആളുകളെ കൂടി പാർട്ടിക്ക് പങ്കെടുക്കാൻ വന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസർമാരും അവരുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഏതായാലും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് മോഷണം പോയ വലിയ വാർത്ത നമ്മുടെ നാഷണൽ മീഡിയാസും ഒക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. സൈന്യത്തിന്റെ സുരക്ഷാ പാളിച്ചയെ കുറിച്ച് എടുത്തു പറയാൻ ഇതിൽ പരം വലിയ ഉദാഹരണമില്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.